നിങ്ങൾ എപ്പോഴെങ്കിലും ഗൗരവമായി ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ചില മനുഷ്യർ എത്ര വലിയ അസുഖം വന്നാലും വളരെ പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരികെ വരുന്നത്? എന്നാൽ മറ്റു ചിലരാകട്ടെ ചെറിയ രോഗങ്ങൾ വന്നാൽ പോലും മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം അതിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്? ഇതിനു പിന്നിലെ രഹസ്യം കേവലം മരുന്നുകൾ മാത്രമാണോ? അല്ല, അതിനേക്കാൾ വലിയ ഒരു ശക്തി നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെയുണ്ട്. അതാണ് നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകൾ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ അത്ഭുതകരമായ ശക്തിയെക്കുറിച്ചാണ്. നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിച്ചുകൊണ്ട് എങ്ങനെ പൂർണ്ണമായ ആരോഗ്യവും ഊർജ്ജസ്വലതയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാം എന്നതാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മുടെ ശരീരം വെറുമൊരു മാംസപിണ്ഡമല്ല, അതൊരു അതിശക്തമായ ഊർജ്ജകേന്ദ്രമാണ്. നിങ്ങളുടെ ഓരോ ചിന്തയും ഓരോ ഊർജ്ജ തരംഗങ്ങളായി ശരീരത്തിലെ ഓരോ കോശങ്ങളിലും എത്തുന്നുണ്ട്. നിങ്ങൾ നിരന്തരം രോഗത്തെക്കുറിച്ചും വേദനയെക്കുറിച്ചും ഭയത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ആ നെഗറ്റീവ് ഊർജ്ജം സ്വീകരിക്കുകയും രോഗപ്രതിരോധശേഷി കുറയുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ആരോഗ്യത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും രോഗശാന്തിയെക്കുറിച്ചും ചിന്തിക്കുമ്പോഴോ നിങ്ങളുടെ കോശങ്ങൾ അത്ഭുതകരമാംവിധം ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങും. ഇവിടെയാണ് ആകർഷണ നിയമം പ്രസക്തമാകുന്നത്. ആകർഷണ നിയമം എന്നത് വളരെ ലളിതമായ ഒരു പ്രപഞ്ച സത്യമാണ്. നിങ്ങൾ എന്തിനെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുവോ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും. നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണോ അവിടേക്ക് ഊർജ്ജം പ്രവഹിക്കുന്നു. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ അസുഖങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും നൽകും. കാരണം അതാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്ന് പ്രപഞ്ചം തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ നിങ്ങൾ സമ്പൂർണ്ണ ആരോഗ്യത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരം സ്വാഭാവികമായും ആ ആരോഗ്യത്തിലേക്ക് മടങ്ങിയെത്തും. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, അസുഖം വന്നാൽ പിന്നെ ഡോക്ടർമാരും മരുന്നും മാത്രമേ നമ്മെ രക്ഷിക്കൂ എന്ന്. തീർച്ചയായും ആധുനിക വൈദ്യശാസ്ത്രം അത്യാവശ്യമാണ്. മരുന്നുകൾ കഴിക്കണം, കൃത്യമായ ചികിത്സ തേടണം. എന്നാൽ അതോടൊപ്പം നിങ്ങളുടെ മനസ്സുകൂടി രോഗശാന്തിക്കായി തയ്യാറെടുക്കുമ്പോൾ മാത്രമേ പൂർണ്ണമായ ഫലം ലഭിക്കൂ. ഒരു ഡോക്ടർ നൽകുന്ന മരുന്ന് ശരീരത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സ് അത് സ്വീകരിക്കാൻ തയ്യാറാകണം. ഈ മരുന്ന് കഴിച്ചാലും എന്റെ അസുഖം മാറില്ല, എനിക്കൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ ഏറ്റവും വില കൂടിയ മരുന്നുകൾ പോലും നിങ്ങൾക്ക് ഫലം തരില്ല. പ്ലാസിബോ ഇഫക്റ്റ് എന്നൊരു ശാസ്ത്രീയ സത്യമുണ്ട്. യാതൊരു മരുന്നുമില്ലാത്ത വെറും പഞ്ചസാര ഗുളികകൾ നൽകി രോഗികളോട് ഇത് വലിയൊരു അസുഖം മാറ്റുന്ന മരുന്നാണെന്ന് പറയുമ്പോൾ അവരുടെ അസുഖം മാറുന്നതായി ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. എങ്ങനെയാണത് സംഭവിക്കുന്നത്? അവിടെ രോഗം മാറ്റിയത് മരുന്നല്ല, മറിച്ച് രോഗിയുടെ അതിശക്തമായ വിശ്വാസമാണ്. എന്റെ അസുഖം മാറുന്നുണ്ട് എന്ന അവരുടെ പോസിറ്റീവ് ചിന്തയാണ്. ഈ ചിന്താശേഷിയെ, ഈ വിശ്വാസത്തെ നമുക്കെങ്ങനെ ബോധപൂർവം നമ്മുടെ ആരോഗ്യത്തിനായി ഉപയോഗിക്കാം? രോഗശാന്തിക്കും നല്ല ആരോഗ്യത്തിനും വേണ്ടി ആകർഷണ നിയമം എങ്ങനെ പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം? ഇതിന് പ്രധാനമായും 5 ഘട്ടങ്ങളാണുള്ളത്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും ഇത്തരം കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ എനിക്ക് വലിയ പ്രചോദനമാണ്. ആദ്യത്തെ പടി എന്നത് നന്ദി പ്രകടിപ്പിക്കുക എന്നതാണ്. നിങ്ങൾ ചിന്തിച്ചേക്കാം, എനിക്കിത്രയും വലിയ അസുഖവും വേദനയുമുള്ളപ്പോൾ ഞാൻ എന്തിനു നന്ദി പറയണം? ആരോട് നന്ദി പറയണം? അവിടെയാണ് നിങ്ങൾ ചിന്തകളെ മാറ്റേണ്ടത്. നിങ്ങളുടെ ശരീരത്തിൽ 100 കണക്കിന് അവയവങ്ങൾ ഇപ്പോൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം കൃത്യമായി മിടിക്കുന്നുണ്ട്, ശ്വാസകോശങ്ങൾ ശ്വാസമെടുക്കുന്നുണ്ട്, കണ്ണുകൾക്ക് കാഴ്ചയുണ്ട്. ഒരുപക്ഷെ കാലിനോ അല്ലെങ്കിൽ വയറിനോ ആയിരിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത്. നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ആ ബുദ്ധിമുട്ടുള്ള ഭാഗത്താണ്. അത് മാറ്റുക. ബുദ്ധിമുട്ടുള്ള ഭാഗത്തെക്കുറിച്ച് ചിന്തിച്ച് സങ്കടപ്പെടുന്നതിന് പകരം കൃത്യമായി പ്രവർത്തിക്കുന്ന ബാക്കി 99% അവയവങ്ങൾക്കും നന്ദി പറയുക. നിങ്ങളുടെ കണ്ണുകൾക്ക് നന്ദി പറയുക, ഹൃദയത്തിന് നന്ദി പറയുക. പ്രഭാതത്തിൽ ഉണരുമ്പോൾ തന്നെ എന്റെ ഈ മനോഹരമായ ശരീരത്തിന് നന്ദി, പൂർണ്ണ ആരോഗ്യത്തോടെ പ്രവർത്തിക്കുന്ന എന്റെ ഓരോ കോശങ്ങൾക്കും നന്ദി എന്ന് പറയുക. നന്ദി പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവ് ഊർജ്ജം നിറയുകയും രോഗശാന്തി വേഗത്തിലാകുകയും ചെയ്യും. ഇത് കേവലം ഒരു വിശ്വാസം മാത്രമല്ല. നന്ദിയുള്ള ഒരു മനസ്സിൽ സ്ട്രെസ് ഹോർമോണുകൾ കുറയുകയും സന്തോഷം നൽകുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അതിനാൽ എന്നും രാവിലെയും രാത്രി ഉറങ്ങുന്നതിനു മുൻപും നിങ്ങളുടെ ശരീരത്തോട് തന്നെ നന്ദി പറയാൻ ശീലിക്കുക. രണ്ടാമത്തെ പടി സങ്കൽപ്പിക്കുക എന്നതാണ്. ആകർഷണ നിയമത്തിലെ ഏറ്റവും ശക്തമായ ആയുധമാണിത്. നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്ന അവസ്ഥ മനസ്സിൽ സങ്കൽപ്പിക്കുക. അസുഖം മാറിയതിനുശേഷം നിങ്ങൾ എന്തൊക്കെ ചെയ്യും? നിങ്ങൾ സന്തോഷത്തോടെ ഓട്ടി നടക്കുന്നത്, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നത്, കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നത്, നിങ്ങളുടെ ജോലികൾ വളരെ ഊർജ്ജസ്വലതയോടെ ചെയ്യുന്നത് എല്ലാം മനസ്സിൽ കാണുക. ഇത് വെറുതെ ഒരു സിനിമ കാണുന്നതുപോലെ കണ്ടാൽ പോരാ. ആ സന്തോഷം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കണം. ആ വികാരങ്ങളെ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ
നിങ്ങളുടെ തലച്ചോറിനത് സത്യമാണോ അതോ സങ്കല്പമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് തലച്ചോറ് വിശ്വസിക്കാൻ തുടങ്ങുകയും ശരീരത്തെ പെട്ടെന്ന് തന്നെ ആ അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ദിവസവും കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും ഒരു ശാന്തമായ സ്ഥലത്തിരുന്ന് കണ്ണുകളടച്ച് നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നതായി സങ്കൽപ്പിക്കുക. ഇത് നിങ്ങളുടെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വലിയ രീതിയിൽ സഹായിക്കും. മൂന്നാമത്തെ പടി പോസിറ്റീവ് വാക്കുകൾ ആവർത്തിച്ചു പറയുക എന്നതാണ്. നമ്മുടെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. നാം നമ്മോട് തന്നെ എപ്പോഴും എന്താണ് പറയുന്നത് എന്നത് വളരെ പ്രധാനമാണ്. എനിക്ക് എപ്പോഴും അസുഖമാണ്, എന്റെ നടുവേദന ഒരിക്കലും മാറില്ല, ഞാൻ എപ്പോഴും ക്ഷീണിതനാണ് എന്നിങ്ങനെ എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നവരുണ്ട്. ഇവർ അറിയാതെ തന്നെ അവരുടെ അസുഖങ്ങളെ വലുതാക്കുകയാണ് ചെയ്യുന്നത്. ഇതിനു പകരം പോസിറ്റീവ് വാക്കുകൾ ഉപയോഗിക്കുക. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്, എന്റെ ശരീരം ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലമായിക്കൊണ്ടിരിക്കുന്നു, എന്നിലെ കോശങ്ങൾ അതിവേഗം സുഖം പ്രാപിക്കുന്നു, എന്റെ പ്രതിരോധശേഷി വളരെ ശക്തമാണ് എന്നിങ്ങനെയുള്ള വാക്കുകൾ നിരന്തരം പറയുക. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി ഈ വാക്കുകൾ പറയുന്നത് കൂടുതൽ ഫലം തരും. ആദ്യമൊക്കെ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു പരിഹാസം തോന്നിയേക്കാം. കാരണം ശരീരം വേദനിക്കുമ്പോൾ ഞാൻ ആരോഗ്യവാനാണെന്ന് പറയുന്നത് കള്ളം പറയുന്നത് പോലെ തോന്നാം. എന്നാൽ അവിടെയാണ് നിങ്ങളുടെ വിശ്വാസം പ്രവർത്തിക്കേണ്ടത്. നിങ്ങൾ പറയാൻ പോകുന്ന വാക്കുകൾ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ വിത്തുകളാണ്. നല്ല വിത്തുകൾ പാകിയാൽ മാത്രമേ നല്ല വിളവ് ലഭിക്കൂ. അതിനാൽ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് രോഗത്തെക്കുറിച്ചുള്ള പരാതികൾ ഒഴിവാക്കുക. പകരം ആരോഗ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ സംസാരിക്കുക. നാലാമത്തെ പടി എന്നത് അസുഖത്തെ നിങ്ങളുടെ സ്വന്തം ഐഡന്റിറ്റിയാക്കി മാറ്റാതിരിക്കുക എന്നതാണ്. പലർക്കും അവരുടെ അസുഖങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ വലിയ താൽപ്പര്യമാണ്. എന്തു ചോദിച്ചാലും സ്വന്തം അസുഖങ്ങളെക്കുറിച്ചും കഴിക്കുന്ന മരുന്നുകളെക്കുറിച്ചും അവർ വാചാലരാകും. തനിക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ സഹതാപം ലഭിച്ചേക്കാം. എന്നാൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ രോഗത്തെ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായി നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഒരസുഖം വന്നാൽ അത് ശരീരത്തിന് വന്ന ഒരു ചെറിയ തകരാർ മാത്രമായി കാണുക. അത് നിങ്ങളല്ല. എന്റെ ഷുഗർ, എന്റെ പ്രഷർ, എന്റെ ക്യാൻസർ എന്ന് പറയാതിരിക്കുക. അവയൊന്നും നിങ്ങളുടേതല്ല. നിങ്ങളുടെ ശരീരത്തിൽ താൽക്കാലികമായി വന്ന ചില അതിഥികൾ മാത്രമാണത്. അവരെ വേഗത്തിൽ തന്നെ പറഞ്ഞയക്കണം. അതിനാൽ എപ്പോഴും രോഗത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തുക. ആരെങ്കിലും നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ചോദിച്ചാൽ എനിക്കിപ്പോൾ വളരെ ഭേദമുണ്ട്, ഞാൻ വേഗത്തിൽ സുഖം പ്രാപിച്ചു വരികയാണ് എന്ന് മാത്രം പറയുക. രോഗങ്ങളെക്കുറിച്ച് നിരന്തരം ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കുക. ആരോഗ്യത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും കൂടുതൽ സംസാരിക്കുക. അഞ്ചാമത്തെ പടി പ്രവർത്തിക്കുക എന്നതാണ്. ആകർഷണ നിയമം എന്നാൽ വെറുതെ ഇരുന്ന് ചിന്തിക്കുക മാത്രമല്ല, ചിന്തകൾക്കൊപ്പം കൃത്യമായ പ്രവൃത്തി കൂടി ഉണ്ടാകുമ്പോഴാണ് ഫലം ലഭിക്കുന്നത്. നല്ല ആരോഗ്യം വേണമെന്ന് ആഗ്രഹിക്കുകയും സങ്കൽപ്പിക്കുകയും ചെയ്യുന്നതിനൊപ്പം തന്നെ അതിനുവേണ്ട കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നല്ല ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, കൃത്യമായി ഉറങ്ങുക, ശരീരത്തിനാവശ്യമായ വ്യായാമം നൽകുക, ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിക്കുക. ഇവയെല്ലാം നല്ല ആരോഗ്യത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. നിങ്ങളുടെ ഉള്ളിലെ പോസിറ്റീവ് ചിന്തകൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജ്ജം നൽകും. അസുഖം മാറാൻ വേണ്ടി കഷ്ടപ്പെട്ട് വ്യായാമം ചെയ്യുന്നുവെന്ന് ചിന്തിക്കാതെ എന്റെ ശരീരത്തെ കൂടുതൽ ആരോഗ്യത്തോടെ നിലനിർത്താൻ ഞാൻ സന്തോഷത്തോടെ വ്യായാമം ചെയ്യുന്നുവെന്ന് ചിന്തിക്കുക. ഭക്ഷണകാര്യത്തിലും ഇതുതന്നെയാണ് വേണ്ടത്. നിങ്ങൾക്ക് നൽകുന്ന ആരോഗ്യത്തിന് പ്രപഞ്ചത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ആ ഭക്ഷണം നിങ്ങളുടെ ശരീരത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മുടെ ഉപബോധ മനസ്സ് ഒരു വലിയ കമ്പ്യൂട്ടർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അവിടെ എന്താണോ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ചെറുപ്പം മുതൽ നമ്മൾ കേട്ട് വളരുന്ന കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ വളരെ ദോഷകരമായി ബാധിക്കാറുണ്ട്. ഉദാഹരണത്തിന്, മഴ നനഞ്ഞാൽ പനി വരും, തണുത്ത വെള്ളം കുടിച്ചാൽ ജലദോഷം വരും എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. ഇത് കേട്ട് നമ്മുടെ ഉപബോധ മനസ്സിൽ ഇതൊരു സത്യമായി രേഖപ്പെടുത്തപ്പെടുന്നു. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ മഴ നനയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് ശരീരത്തിനൊരു സന്ദേശം നൽകും, ഇപ്പോൾ പനി വരണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സ്വന്തം വിശ്വാസം കാരണം നിങ്ങൾക്ക് അസുഖം വരുന്നു. ഇത്തരത്തിലുള്ള തെറ്റായ വിശ്വാസങ്ങളെ നമ്മൾ ആദ്യം മാറ്റിയെടുക്കണം. നിങ്ങൾ ശക്തനാണെന്നും നിങ്ങളുടെ പ്രതിരോധശേഷി വളരെ മികച്ചതാണെന്നും ഉപബോധ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. ശാസ്ത്രലോകം ഇന്ന് പുതിയ പല കാര്യങ്ങളും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പാരമ്പര്യം മാത്രമല്ല നിങ്ങളുടെ ആരോഗ്യത്തെ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും ശരീരത്തിന്റെ പ്രവർത്തനത്തെപ്പോലും മാറ്റിമറിക്കാൻ കഴിയും എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഉള്ള അസുഖങ്ങൾ നിങ്ങൾക്ക് വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവാണെങ്കിൽ, നിങ്ങളുടെ ചുറ്റുപാടുകൾ സന്തോഷകരമാണെങ്കിൽ ആ അസുഖങ്ങളെ പ്രതിരോധിക്കാൻ നിങ്ങളുടെ ശരീരത്തിന് സാധിക്കും. അതിനാൽ പാരമ്പര്യമായി എനിക്ക് ഈ അസുഖം വരും എന്നുള്ള ഭയം ആദ്യം തന്നെ ഉപേക്ഷിക്കുക. ഭയമാണ് ഏറ്റവും വലിയ രോഗം. ഭയം നിങ്ങളുടെ ഊർജ്ജത്തെ ചോർത്തിക്കളയുന്നു. നിർഭയമായി ജീവിക്കാൻ ശീലിക്കുക. ഒരു ദിവസത്തെ നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്നെനിക്ക് എന്തസുഖമാണ് വരാൻ പോകുന്നത് എന്ന് ചിന്തിക്കുന്നതിനു പകരം ഇന്നത്തെ ദിവസം ഞാൻ അതിമനോഹരമായി ചിലവഴിക്കും എന്ന് തീരുമാനിക്കുക. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ
നിങ്ങളുടെ 2 കൈകളും തമ്മിൽ കൂട്ടിത്തിരുമ്മി ആ ചൂട് നിങ്ങളുടെ മുഖത്തും ശരീരത്തിലും വെച്ചുകൊണ്ട് ഇന്നത്തെ ദിനത്തിന് നന്ദി പറയുക. ആ ദിവസം മുഴുവൻ നല്ലൊരു ഊർജ്ജം നിങ്ങളുടെ കൂടെയുണ്ടാകും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിനു മുൻപ് ഒരു നിമിഷം കണ്ണുകളടച്ച് നിങ്ങളുടെ ശരീരത്തിന് ഊർജ്ജം നൽകുന്ന ആ ഭക്ഷണത്തിന് നന്ദി പറയുക. രാത്രി കിടക്കാൻ പോകുന്നതിനു മുൻപ് അന്നത്തെ ദിവസം നടന്ന എല്ലാ നല്ല കാര്യങ്ങളെയും ഓർത്ത് സന്തോഷിക്കുക. ഇത്തരം ചെറിയ ചെറിയ ശീലങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ചിലപ്പോൾ നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങുമ്പോഴും നിങ്ങൾക്ക് വേദനകളോ അസുഖങ്ങളോ വന്നേക്കാം. അത് സ്വാഭാവികമാണ്. അപ്പോൾ നിങ്ങൾ നിരാശപ്പെടരുത്. ഇത്രയൊക്കെ ചിന്തിച്ചിട്ടും എനിക്ക് വീണ്ടും അസുഖം വന്നല്ലോ എന്ന് സങ്കടപ്പെടരുത്. പകരം ആ വേദനയെ അംഗീകരിക്കുക. അത് മാറാൻ വേണ്ട സമയം ശരീരത്തിന് നൽകുക. ആ സമയത്തും നിങ്ങളുടെ പോസിറ്റീവ് ചിന്തകൾ കൈവിടാതിരിക്കുക. പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാതെ അതിനെ നേരിടാനുള്ള മാനസിക കരുത്ത് നേടുക എന്നതാണ് പ്രധാനം. നിങ്ങളുടെ ഓരോ ചെറിയ പുരോഗതിയും ആഘോഷിക്കുക. ഉദാഹരണത്തിന്, ഇന്നലെ നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇന്ന് അല്പം കൂടി നന്നായി നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ചെറിയ മാറ്റത്തെ ഓർത്ത് സന്തോഷിക്കുക. ആ സന്തോഷം നാളെ കൂടുതൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും പോസിറ്റീവായ ആളുകളുടെ കൂടെ സമയം ചിലവഴിക്കാൻ ശ്രമിക്കുക. നിങ്ങളെ എപ്പോഴും നിരുത്സാഹപ്പെടുത്തുകയും നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം പറയുകയും ചെയ്യുന്നവരിൽ നിന്ന് അകലം പാലിക്കുക. അതുപോലെ തന്നെ വാർത്തകളും മറ്റും കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരവും ശാന്തമാകും. മനസ്സിലെ സമ്മർദ്ദം കുറയുന്നത് രോഗശാന്തിയുടെ വേഗത 10 മടങ്ങ് വർദ്ധിപ്പിക്കും. പ്രകൃതിയുമായി സമയം ചിലവഴിക്കുന്നത് വളരെ നല്ലതാണ്. രാവിലെയുള്ള ഇളംവെയിൽ കൊള്ളുന്നതും ശുദ്ധവായു ശ്വസിക്കുന്നതും മരങ്ങളെയും ചെടികളെയും നോക്കി സമയം ചിലവഴിക്കുന്നതുമെല്ലാം നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കാൻ സഹായിക്കും. ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറാകുക എന്നത് രോഗശാന്തിയിലെ മറ്റൊരു പ്രധാന ഘടകമാണ്. ഉള്ളിൽ വെറുപ്പും ദേഷ്യവും വൈരാഗ്യവും കൊണ്ടുനടക്കുന്നവർക്ക് എളുപ്പത്തിൽ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ നെഗറ്റീവ് വികാരങ്ങൾ ശരീരത്തിൽ വലിയ സമ്മർദ്ദമുണ്ടാക്കുന്നു. നിങ്ങളെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കുക. അത് അവർക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ സ്വന്തം സമാധാനത്തിനും ആരോഗ്യത്തിനും വേണ്ടിയാണ്. പഴയ കാര്യങ്ങൾ ഓർത്ത് ദുഃഖിക്കാതിരിക്കുക. കഴിഞ്ഞുപോയ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നിങ്ങളുടെ മുന്നിലുള്ള പുതിയ ദിവസങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓരോ പുതിയ പ്രഭാതവും നിങ്ങളുടെ ശരീരത്തെ പുതുക്കാനുള്ള ഒരവസരമാണ്. നിങ്ങളുടെ ഉറക്കം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഉറങ്ങുമ്പോഴാണ് ശരീരം അതിലെ കേടുപാടുകൾ തീർക്കുന്നതും സ്വയം സുഖപ്പെടുത്തുന്നതും. ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുൻപുള്ള നിമിഷങ്ങൾ വളരെ നിർണായകമാണ്. ആ സമയത്ത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലും. അതിനാൽ ഉറങ്ങുന്നതിനു മുൻപ് അസുഖങ്ങളെക്കുറിച്ചോ ടെൻഷനുകളെക്കുറിച്ചോ ചിന്തിക്കാതിരിക്കുക. പകരം നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നതായി സങ്കൽപ്പിക്കുക. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശവും ആരോഗ്യത്തോടെ പ്രകാശിക്കുന്നതായി മനസ്സിൽ കാണുക. നാളത്തെ ദിവസം വളരെ നല്ലൊരു ദിവസമായിരിക്കുമെന്നും ഞാൻ പൂർണ്ണ ഊർജ്ജസ്വലനായി ഉണരുമെന്നും ഉറപ്പിച്ചു പറയുക. ഈയൊരു ചിന്തയോടെ ഉറങ്ങാൻ കിടന്നാൽ നിങ്ങളുടെ ഉറക്കത്തിന്റെ നിലവാരം മാറുകയും ശരീരത്തിന്റെ രോഗശാന്തി പ്രക്രിയ വേഗത്തിലാകുകയും ചെയ്യും. വെള്ളം കുടിക്കുമ്പോഴും നിങ്ങൾക്ക് ഈ പോസിറ്റീവ് ചിന്ത ഉപയോഗിക്കാം. നിങ്ങൾ വെള്ളം കുടിക്കുന്നതിനു മുൻപ് ആ വെള്ളത്തിൽ നോക്കി സ്നേഹത്തോടെയും നന്ദിയോടെയും സംസാരിക്കുക. ഈ വെള്ളം എന്റെ ശരീരത്തിലെ എല്ലാ രോഗങ്ങളെയും കഴുകിക്കളയുകയും എനിക്ക് പൂർണ്ണ ആരോഗ്യം നൽകുകയും ചെയ്യുന്നു എന്ന് വിശ്വസിച്ചു കുടിക്കുക. ഈയൊരു ചെറിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കൊണ്ടുവരും. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് സംശയം തോന്നിയേക്കാം, ഇതൊക്കെ സത്യമാണോ എന്ന്. എന്നാൽ ഇത് പരീക്ഷിച്ച് വിജയിച്ച ആയിരക്കണക്കിന് ആളുകളുണ്ട് ഈ ലോകത്ത്. സ്വന്തം വിശ്വാസവും പോസിറ്റീവ് ചിന്തകളും കൊണ്ട് മാത്രം വലിയ വലിയ രോഗങ്ങളെ വരെ തോൽപ്പിച്ചവരുടെ കഥകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത യാതൊരു കഴിവും നിങ്ങൾക്കില്ല. നിങ്ങളുടെ മനസ്സിന്റെ ശക്തി തിരിച്ചറിയുക എന്നത് മാത്രമാണ് പ്രധാനം. ഈ ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ചെയ്യാനും ഓർമ്മിക്കുക. നിങ്ങളുടെ വിലയേറിയ ഒരു കമന്റ് ഒരുപക്ഷേ മറ്റൊരു വ്യക്തിക്ക് വലിയ പ്രചോദനമായേക്കാം. ഓർക്കുക, നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്. പുറത്തുനിന്നുള്ള മരുന്നുകൾ സഹായിക്കും, എന്നാൽ ഉള്ളിൽ നിന്നുള്ള രോഗശാന്തിയാണ് ഏറ്റവും വലുത്. നിങ്ങളുടെ ശരീരത്തിന് അതിന്റേതായ ബുദ്ധിയുണ്ട്. അതിന് സ്വയം സുഖപ്പെടുത്താനുള്ള അപാരമായ കഴിവുണ്ട്. ആ കഴിവിനെ തടസ്സപ്പെടുത്തുന്ന നെഗറ്റീവ് ചിന്തകളെയും ഭയത്തെയും നിങ്ങൾ ഒഴിവാക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ഓരോ ദിവസവും പുതിയൊരു തുടക്കമാണ്. കഴിഞ്ഞ കാലത്തെ നിങ്ങളുടെ അസുഖങ്ങളെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ട. ഈ നിമിഷം മുതൽ നിങ്ങളുടെ ആരോഗ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സന്തോഷത്തോടെയിരിക്കുക. എപ്പോഴും പുഞ്ചിരിക്കുക. ചിരി ഒരു വലിയ മരുന്നാണ്. നിങ്ങളുടെ ചുറ്റുമുള്ളവരോട് സ്നേഹത്തോടെ സംസാരിക്കുക. നിങ്ങളുടെ ശരീരം ഒരു അത്ഭുത യന്ത്രമാണ്. അതിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പ്രപഞ്ചം നിങ്ങളുടെ ഓരോ ചിന്തയും കേൾക്കുന്നുണ്ട്, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട്. അസുഖത്തെ ഭയപ്പെടുന്നതിനു പകരം ആരോഗ്യത്തെ സ്നേഹിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ ഉണർത്തുക. നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനായി മാറാൻ പോകുന്ന ആ മനോഹരമായ നിമിഷങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിക്കുകയാണ്. ഈ വലിയ മാറ്റം ഇന്ന് തന്നെ
ഈ നിമിഷം മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങട്ടെ.